ഹായ് ഫ്രണ്ട്സ്, ഹാവ് എ നൈസ് ഡേ. ഇന്ന് കാസർഗോഡ് കുമ്പള പാണത്തൂര് ആ വഴിയിലാണ് നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട യാത്ര. പേൾവെയിൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന നമ്മുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 4 വർഷക്കാലത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പുതിയ സാങ്കേതിക വിദ്യ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നേരിട്ട പലവിധ പ്രതിസന്ധികൾ ഉണ്ട്. നിരന്തരമായ നമ്മുടെ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രോഗ്രാമിനെ വളർത്താൻ സഹായിച്ചത്. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിലൂടെ പലതവണ സഞ്ചരിക്കേണ്ടി വന്നു. എങ്കിൽ പോലും ഉറച്ച ലക്ഷ്യബോധ്യത്തോടുകൂടി നമ്മുടെ ടീം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോയി. ഏകദേശം 400-500-ലധികം ടെലഗ്രാം മീറ്റിങ്ങുകൾ ഇപ്പോൾ തന്നെ നടന്നു കഴിഞ്ഞു. 10-ലധികം ഫിസിക്കൽ മീറ്റിങ്ങുകൾ കണ്ണൂർ, അതുപോലെ തന്നെ ആലപ്പുഴ, തിരുവനന്തപുരം, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു മേഖലയെക്കുറിച്ച് നമ്മുടെ ഇന്ത്യൻ സാഹചര്യം കുറച്ചുകൂടി വളരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുവാൻ ആരംഭിച്ചു. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ തന്നെ നിലനിർപ്പിച്ചുകൊണ്ട് ഒരു സാധാരണ ലേബർ മൈൻഡ് സെറ്റിൽ ഉള്ള ആളുകൾക്കിടയിലാണ് താരതമ്യേന ഈ ഒരു മേഖലയിൽ ഉള്ള മിക്കവാറും ആളുകൾ പ്രവർത്തിച്ചു വരുന്നത്. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ആ ഒരു ലേബർ മൈൻഡ് സെറ്റിൽ നിന്നും ഒരു ഇൻവെസ്റ്റർ മൈൻഡ് സെറ്റിലേക്ക്, ഒരു ബിസിനസ് മൈൻഡ് സെറ്റിലേക്ക് ഒരു വ്യക്തിയെ എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എത്തിയാൽ മാത്രമേ ഈ ഒരു പുതിയ ആശയത്തെക്കുറിച്ച് അവരുടെ മനസ്സിൽ നല്ല രീതിയിലൊരു അവയർനെസ് കൊണ്ടുവരാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് എൻ്റെ അനുഭവം എന്ന് പറയുന്നത്, ഈ മാറി വരുന്ന കാലം ആവശ്യപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു പ്രോഗ്രാമും വിജയിക്കാൻ കഴിയും, വിജയിപ്പിക്കാൻ കഴിയും. ഓൾറെഡി എല്ലാ ആളുകളും, പ്രധാനമായും മലയാളിയെ സംബന്ധിച്ച്, അവർ വളരെ അഭിമാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു ജനതയാണ്. അതിൻ്റെ ഗുണവും ദോഷവും ഉണ്ട്. മറ്റുള്ളവർ പറയുന്നത് അംഗീകരിക്കാൻ മടി കാണിക്കുകയും, എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബിഗ് സീറോയിലാണ് ഉള്ളത് എന്ന് സ്വയം തന്നോട് പറയുകയും, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിച്ചാൽ അത് കേൾക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന ആളുകൾ തന്നെയാണ് നമുക്ക് ചുറ്റും ഉള്ളത്. പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ളൊരു മടി, അതാണ് ബിസിനസ്സിൽ നമ്മളെ പലപ്പോഴും പരാജയപ്പെടുത്തുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ചെയ്യാൻ പോകുന്ന ഏത് പ്രവർത്തനവും അതേക്കുറിച്ച് വളരെ ഭംഗിയായി നമ്മൾ പഠിച്ചുകൊണ്ട് നമ്മൾ കൺവിൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ അവരുടെ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ സത്യസന്ധമായി നമുക്ക് പറയാൻ കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ബിസിനസ്സും വിജയിപ്പിക്കാൻ കഴിയും. അതൊരു വലിയ സത്യമാണ്. പേൾവെയിൻ ഇന്റർനാഷണൽ അതിൻ്റെ ഒരു പ്രചാരകൻ എന്നുള്ള രീതിയിൽ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളുമായും നല്ല ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പല ലീഡേഴ്സുമായി സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2015 നിലവിൽ വന്ന ഈ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് അതിൻ്റെ വിവിധ മാറ്റങ്ങളിലൂടെ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2025 ഈ ഒരു 6 പ്രൊജക്റ്റും ജനങ്ങളിലേക്ക് പൂർണ്ണമായും എത്തുക. ഈ കുറച്ച് മാസങ്ങൾ കൊണ്ട് ഇനി സംഭവിക്കാൻ പോകുന്നത് ലോകത്തിലെ വലിയ മാറ്റങ്ങൾക്കൊപ്പം കുതിച്ചുയരുന്ന ഒരു പ്രൊജക്റ്റിനെയാണ്. PVC മെറ്റ എന്ന് പറയുന്ന NFT ടോക്കൺ ഇന്ന് ലോകത്തിലെ വളർന്നു വരുന്ന എല്ലാ സാങ്കേതിക വിദ്യക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. മറ്റ് 4 പ്രൊജക്റ്റുകൾ നമുക്കറിയാം ലോകത്തിലെ എല്ലാ മേഖലകളെയും ടച്ച് ചെയ്തുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്.
നമ്മളൊരു പ്രൊജക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ചോ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറഞ്ഞ് കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ചില പരിമിതികളുണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് PVC മെറ്റയെ ഫ്യൂച്ചർ ഓഫ് മണി എന്നാണ് സിസ്റ്റം തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് അത് ഒരു ഫ്യൂച്ചർ ഓഫ് മണിയായി മാറേണ്ടത്? ലോകത്തിലെ എല്ലാ ആളുകളും അറിയുകയും അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും അത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ മാറുകയും ചെയ്യുമ്പോഴാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പണത്തിന് പകരം ഫ്യൂച്ചർ ഓഫ് മണി പകരമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അത് മാറുക. അതിന് സഹായിക്കാൻ വേണ്ടിയാണ് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഇ-കോമേഴ്സും മൊബൈൽ നെറ്റ്വർക്കും ഗെയിമിംഗ് പ്ലാറ്റ്ഫോമും ഒക്കെ സിസ്റ്റം കൊണ്ടുവരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലേബറുടെ മൈൻഡ് സെറ്റ് എപ്പോഴാണോ നമ്മളിൽ നിന്ന് കട്ട് ചെയ്യപ്പെടുന്നത്, അപ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് ഒരു ബിസിനസ്സുകാരനായി മാറാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാലോ, രണ്ട് തരത്തിലുള്ള ആളുകളാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ സമയവും ഊർജവും ഒക്കെ മറ്റുള്ളൊരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ നൽകിക്കൊണ്ട് അവർ നൽകുന്ന വരുമാനം സ്വീകരിച്ചുകൊണ്ട് ആ ലഭിക്കുന്ന വരുമാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും ഒക്കെ പരിമിതപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിതം മുന്നോട്ട് നയിക്കുന്ന 80% ആളുകൾ. അതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ലേബർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ആ ഒരു കാറ്റഗറിയിൽ, ആ ഒരു ലേബർ മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു വ്യക്തി എപ്പോഴാണോ മാറാൻ തീരുമാനിക്കുന്നത്, അപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൽ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാം, ഒരു നിശ്ചിത വരുമാനമാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ നമ്മൾ ആ വരുമാനത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ഒക്കെ പരിമിതപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് എപ്പോഴും മുന്നോട്ട് പോകാൻ കഴിയുക. അതിനും അപ്പുറത്തേക്ക് ഒരു ചെറിയ ശതമാനം ആളുകൾ മാത്രമാണ് സമയത്തെ വിലക്ക് വാങ്ങുക. അതായത് പണം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ സ്വന്തം ആഗ്രഹങ്ങൾക്കനുസരിച്ച് കൈമാറ്റം ചെയ്യാനും അനുഭവിക്കാനും കഴിയുന്ന രീതിയിലേക്ക് വളരുന്നുള്ളൂ. അങ്ങനെയുള്ള ആളുകളാണ് ബിസിനസ്സുകാരും ഇൻവെസ്റ്റേഴ്സും. യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും നമ്മുടെ ഫാമിലി ആ ഒരു സാമ്പ്രദായികമായ രീതിയിലും ഒരിക്കലും പണത്തിനെ കുറിച്ച് മറ്റുള്ളവരോട് സംസാരിച്ചു കൊടുക്കുകയോ പഠിപ്പിച്ചു കൊടുക്കുകയോ ചെയ്യാറില്ല. കാരണം അവർക്ക് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. നമ്മുടെ പിന്നെ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് ഒരു ജോലി വാങ്ങിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നമ്മുടെ ആ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ട പ്രവർത്തനമാണ് നമ്മളെ പോലുള്ള ആളുകൾക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടത്. നമുക്കത് കഴിയില്ല എന്ന ഒരു ആത്മവിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വിജയിക്കാൻ കഴിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്താകണം, നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് അതിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് മുമ്പിൽ തോൽവി എന്ന് പറയുന്ന ഒരു കാര്യം ഒരിക്കലും വരാൻ സാധ്യതയില്ല. വിജയിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിക്ക് അവരുടെ മുമ്പിലുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ടൂളുകൾ പ്രകൃതി തന്നെ നമുക്ക് തരും. നമുക്കറിയാം, ഒട്ടനവധി ഗ്രന്ഥങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ 2025 കൂടി പേൾവൈൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ലോകത്തിൽ ഇന്ന് ഏത് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയോടൊപ്പവും വളരാനുള്ളൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു. പരമാവധി നമ്മൾ ജീവിക്കുന്ന സ്വന്തം നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു വിഷയം ഓരോ വ്യക്തിയും പറയുമ്പോൾ സാധാരണ ആളുകളുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന അവസരത്തേക്കാൾ അവർ നോക്കിക്കാണുന്നത് പറയുന്ന ആളുടെ ഹിസ്റ്ററിയും അവരുടെ ഭൂതകാലവും അവരെക്കുറിച്ചുള്ള സാധ്യതകൾ മറ്റുള്ളവർ തീരുമാനിച്ചു വെച്ച ആ സ്പേസിൽ നിന്നുകൊണ്ടാണ്. എൻ്റെ ഈ ഒരു ഫീൽഡ് വർക്കുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ ഒട്ടനവധി യാത്രകളിൽ ഒരുപാട് ഫിലോസഫികൾ പറയുന്ന ആളുകൾക്ക് പോലും ഫിനാൻഷ്യലി അവർ 100% പരാജയമാണ്. ഇനി അങ്ങോട്ട് എത്ര കാലം ജോലി ചെയ്താൽ പോലും അവർ രക്ഷപ്പെടാനും സാധ്യതയില്ല. എങ്കിൽ പോലും നേരത്തെ ഞാൻ പറഞ്ഞ ദുരഭിമാനവും മറ്റുള്ളവർ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ഞാൻ ചെറുതായി പോകുമോ എന്നുള്ള
ആ ഒരു ഈഗോ ഒക്കെ ചേർന്നുകൊണ്ടാണ് അവരെ പിന്നോട്ടടിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഒരു സേഫ് സോണിൽ ഇരുന്നു കൊണ്ട് നമുക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സുഖ സൗകര്യങ്ങളിൽ മുഴുകി ഉത്സവങ്ങൾ കണ്ട്, സിനിമകൾ കണ്ട്, മറ്റുള്ളവരെ കുറിച്ച് അല്പം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒത്തിരി വിപ്ലവങ്ങൾ സംഘടിപ്പിച്ച് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ, യൂട്യൂബിലൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നോക്കി നിർവൃതി അടഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെ ചെയ്തുകൊണ്ട് ഓരോ വ്യക്തിയും മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇനിയൊരു കോവിഡോ അല്ലെങ്കിൽ ഒരു മഹാമാരിയോ നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ന് നിലവിലുള്ള ഒരു സാധാരണ മൈൻഡ് സെറ്റുള്ള ആളുകളുടെ അവസ്ഥ വളരെ പരമ ദയനീയമായിരിക്കും. ഓരോ വ്യക്തിയും സ്വന്തമായി ഒന്ന് ആലോചിച്ച് നോക്കുക, എവിടെയാണ് ഞാനിന്ന് എത്തി നിൽക്കുന്നത് എന്നുള്ളത്. എന്തെങ്കിലും ഒരു മാറ്റം ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അങ്ങനെ പ്രവർത്തിക്കുവാനും വളരെ വലിയ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം ഇവിടെ വളരെ സജീവമായി നിലനിൽക്കുകയാണ്. ഇനി എത്ര കാലമാണ് ഈ ഒരു സബ്ജക്റ്റിന്റെ പാർട്ട്ണർഷിപ്പിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്കറിയാലോ, ഏതൊരു പ്രൊജക്റ്റും അത് വളരുമ്പോൾ അതിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഭാഗം അവസാനിപ്പിക്കും. പിന്നെ ഒരു കസ്റ്റമർ ആയിട്ടാണ് നിങ്ങൾക്ക് അതിലേക്ക് വരേണ്ടി വരിക. പക്ഷെ അങ്ങനെ ഒരു കസ്റ്റമർ ആയിക്കൊണ്ട് ഇനി എത്ര കാലമാണ് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുക? അതുകൊണ്ട് പേൾബെയിൻ മുമ്പോട്ട് വെക്കുന്ന ഈ ഒരു സാമ്പത്തിക ആശയത്തെ നിങ്ങൾ മനസ്സിലാക്കാനും പ്രവർത്തിക്കുവാനും ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ 100% പറയാം, ഒരു 6 മാസം നിങ്ങൾ കൃത്യമായി ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ വ്യക്തി ജീവിതവും ഒക്കെ വളരെ വലിയ രീതിയിൽ വളരുന്നതായിരിക്കും. ഇതെൻ്റെ അനുഭവമാണ്. അല്പം വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. മാത്രമല്ല, എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. ആ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം, വാട്സപ്പ് മെസ്സേജുകൾ ചെയ്യാം. അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുന്ന വ്യക്തിയെ വിളിച്ച് എന്താണ് ഈ പേൾബെയിൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന പ്രൊജക്റ്റ് എന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഏത് തൊഴിലും ഏത് പ്രവർത്തനവും നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രതിസന്ധിയെ മറികടക്കാൻ സഹായിക്കുമോ? ഇല്ലെങ്കിൽ ഇനി ഒരു നിമിഷം പോലും വൈകരുത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.